22 മോഡല്. ഇത് 12,000 കിലോമീറ്റർ ഓടി. വെറും 12,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 11,000 കിലോമീറ്റർ ഓടി. 12,000 കിലോമീറ്റർ. റേറ്റ് ഇത് നമുക്കൊരു 32 രൂപ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് ഒരു 30 രൂപ ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. 1 ലക്ഷത്തിൽ താഴെ കിടിലൻ V3 ഇരിക്കുന്നത് കേട്ടോ. അടുത്ത ഡ്യൂക്ക് 250 2023 മോഡല്. 7,000 കിലോമീറ്റർ മാത്രമേ ഉണ്ട് ചെയ്തിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 4,700 കിലോമീറ്റർ. വെറും 4,700 കിലോമീറ്റർ. സർവീസ് ഒക്കെ വണ്ടിയുടെ കഴിഞ്ഞിട്ടുള്ളൂ. പുതിയ വണ്ടി എടുക്കുന്നവർക്ക് ഒന്ന് എടുക്കാം. 2023 മോഡലാണ്. ക്ലീൻ പീസ് വണ്ടി. പുതിയ ഓണർഷിപ്പ് വണ്ടി. 16,000 കിലോമീറ്റർ റൺ ചെയ്ത വണ്ടി. 2022 മോഡൽ പ്ലാറ്റിന. അതേപോലെ 2023 മോഡല് 110X CT ആണ്. 2022 മോഡല്. അപ്പൊ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പൊ മലപ്പുറം ജില്ലയിലെ അടുത്ത ഷോപ്പാണ് CK മോട്ടോഴ്സിലെ. ലൊക്കേഷൻ കൊണ്ടോട്ടി കോടങ്ങാടാണ് CK മോട്ടോഴ്സ് വരുന്നത്. നമ്മള് ഒരു 2-3 മാസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം കളക്ഷൻസ് മാറിയിട്ടുണ്ട്. അപ്പോ ഫിനാൻസ് എങ്ങനെ? ഫിനാൻസ് നമുക്കൊരു 10 രൂപ 15 രൂപ റേഞ്ചിലൊക്കെ മുടക്കി കൊടുക്കാം. അപ്പൊ ആളുടെ പേര് അർഷിദാണ്. ആളാണ് ഡീറ്റെയിലും കാര്യങ്ങളും പറയുന്നത്. ഓൾ കേരള കൊടുക്കാൻ പറ്റും. ഓൾ കേരള ഡെലിവറി. നമുക്ക് കാസർഗോഡ്, ഇടുക്കി 2 ഡിസ്ട്രിക്റ്റിന് ചെറിയൊരു ഇത് വരുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും നമുക്ക് എല്ലാം നമുക്ക് ഡെലിവറി ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഓൾ കേരള ഡെലിവറി. ഓൾ കേരള ഡെലിവറി നോർമലി ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫിനാൻസും ചെയ്യാം. ഡോക്യുമെന്റ്സ് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ലാൻഡ് ടാക്സ് എന്നിവയാണ് വേണ്ടത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. നമുക്ക് ആദ്യം പരിചയപ്പെടാമെന്ന് ചേതക്കിന്റെ ഇലക്ട്രിക് വണ്ടിയാണ്. ഞാൻ ഇതുവരെ വേറെ ഷോറൂമിലൊന്നും ഷോറൂമിൽ കണ്ടല്ലോ കേട്ടോ. പറയാനെനിക്ക് പുതിയ മോഡലാണോ? പുതിയ 2022 മോഡലാണ്. 2022 മോഡല്. 27,000 കിലോമീറ്റർ ഓടിയുണ്ട്. 27,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഇതിന് ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? ഫിനാൻസ് ഇലക്ട്രിക് നമുക്ക് പൊതുവെ ചില ഫൈനാൻസ് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം. റേറ്റ് നമുക്ക് 87 രൂപ റേഞ്ചിൽ വരും. 87,000 രൂപ. ഓക്കെ, 87,000 ആണ് റേറ്റ് വരുന്നത്. പുതിയതിന് എന്ത് റേറ്റ് ഉണ്ടാവും? ഏകദേശം 1.30 1.35 വരുന്നതാണ്. അടുത്ത ജൂപ്പിറ്റർ 2023 മോഡല്. കിലോമീറ്റർ 16,000 കിലോമീറ്റർ. 16,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് ഇത് ലാസ്റ്റ് ഒരു 76 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. 76,000 രൂപ കൊടുക്കാം. ഒരു 10 രൂപ 10 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ്. ഈ ജൂപ്പിറ്റർ ആണെങ്കിലോ 2022 മോഡല്. 22 മോഡല്. കിലോമീറ്റർ 27,000 കിലോമീറ്റർ. ഒരു 69 രൂപ റേഞ്ച് കൊടുക്കും. 69,000 രൂപ കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സസ് 2022 മോഡല്. 19,000 കിലോമീറ്റർ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നമുക്ക് ലാസ്റ്റ് ഒരു 70 രൂപ കൊടുക്കാം. 70,000 രൂപ ഈ വണ്ടി കൊടുക്കാൻ പറ്റും. അടുത്ത എൻടോർക്ക് 125. എൻടോർക്ക് 2022 മോഡല്. ഇത് 12,000 കിലോമീറ്റർ ഓടി. വെറും 12,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് നമുക്കൊരു 75 രൂപ കൊടുക്കാം. 75 രൂപ മാക്സിമം ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഡിസ്കൗണ്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. നമ്മുടെ ആൾക്കാർ വരാൻ നേരത്തെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാലോ. അപ്പൊ ഉണ്ടാവുന്നതാണ്. റൈസർ ഏതാ മോഡല്? റൈസർ 2022 മോഡല്. 2022 മോഡൽ. ഓണർഷിപ്പ് 19,000 കിലോമീറ്റർ. ഇത് നമ്മൾ എൻടോർക്കിന്റെ റേറ്റിൽ തന്നെ കൊടുക്കുക. 75 രൂപ റേഞ്ചിൽ. 75 രൂപ. ഹൈബ്രിഡ് വണ്ടിയാണ്. ഹൈബ്രിഡ് വണ്ടി. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. മാസ്റ്റർ എഡിഷന്റെ കേസ്. മാസ്റ്റർ 2020 മോഡൽ. 21 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 11,000 കിലോമീറ്റർ ഓടി. 11,000 കിലോമീറ്റർ. റേറ്റ് നമുക്കൊരു 44 രൂപ റേഞ്ചിൽ. വെറും 44,000 രൂപ. 2020 മോഡൽ. 44,000 കൊടുക്കുന്നുണ്ട്. ഇത് ആക്റ്റീവ് ഏതാ? 4G. ആക്റ്റീവ് 4G 2017 മോഡൽ. 17 മോഡല്. 43,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടി. 43,444 കിലോമീറ്റർ. സിംഗിൾ ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ്. റേറ്റ് നമുക്കൊരു 43 രൂപ റേഞ്ച് ചെയ്യാം. 43 രൂപ. ഏകദേശം 10 രൂപ ഡൗൺ പേയ്മെന്റ് കേട്ടോ. നമുക്ക് 15 മുതലാണ് ഫിനാൻസ് കിട്ടാ. 16 മുതലാണ് ഫിനാൻസ് കിട്ടാ കേട്ടോ. അടുത്തത് വീഗോ 2017 മോഡല്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് നമുക്കൊരു 30 രൂപ റേഞ്ചിൽ 30 രൂപ കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ബാക്കിൽ ആക്സസ് ഏതാ? ഇത് 2016 മോഡലാണ്. 2016 ആവറേജ് കണ്ടീഷൻ വരുന്ന വണ്ടിയാണ്. ആവറേജ് കണ്ടീഷൻ ആണ്. നമുക്ക് 2016 ആവറേജ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എഞ്ചിൻപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു വൃത്തിക്കുറവ് ഉണ്ടാവുന്നുള്ളൂ. ചെറിയ വർക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മൾ എത്ര കൊടുക്കാൻ പറ്റും? നമുക്കൊരു 24 രൂപ റേഞ്ച്. ഈ കണ്ടീഷനിൽ 24,000 കൊടുക്കാൻ പറ്റും. അടുത്ത യൂണിക്കോൺ ഏതാ? യൂണിക്കോൺ 2015 മോഡല്. 160cc ആണ്. 160cc. 34 രൂപ റേഞ്ചിൽ കൊടുക്കാം. 34,000 കൊടുക്കാൻ പറ്റും. അടുത്തത് ഗ്ലാമർ. ഗ്ലാമർ 2019 മോഡൽ. 2019. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റേറ്റ് എത്ര? ഇത് നമുക്കൊരു 50 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. 50,000 രൂപയ്ക്ക് വണ്ടി ഇരിക്കുന്നുണ്ട്. CT 100 2017 മോഡൽ. 15,000 കിലോമീറ്റർ. ഇത് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് നമുക്കൊരു 32 രൂപ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് ഒരു 30 രൂപ ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 110X 2022 മോഡല്. 16,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് നമ്മള് 60 രൂപ ചോദിക്കുന്നുണ്ട്. 60 അല്ല, 50. നമുക്കൊരു 55 രൂപ കൊടുക്കാം. 55 രൂപ സ്പെഷ്യൽ റേറ്റിലുള്ള വണ്ടിയാണ് കേട്ടോ. 150 പൾസർ. 150 2014 മോഡൽ. 29 രൂപ. 29 രൂപ. അടുത്ത പ്ലാറ്റിന 100 2022 മോഡലാണ്.
അത് 17,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി നമുക്ക് ഒരു 57 രൂപ റേഞ്ചിൽ കൊടുക്കാം. ഓക്കെ, അടുത്തത് ഈ കിടിലൻ വണ്ടി അപ്പുറമുള്ള 2019 മോഡൽ SR160. അതെ, സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 53 രൂപ റേഞ്ചിൽ ചെയ്ത് കൊടുക്കാം. 53,000 ഒക്കെ ഉണ്ട്, ഏകദേശം ഒരു 15 ഡൗൺ പേയ്മെന്റ് ചെയ്ത് കൊടുക്കാം. ABS-ഉം കാര്യമൊക്കെ വരുന്ന വണ്ടിയാണ്. അകത്തേക്ക് വരുമ്പോ V3 അല്ലേ ഇത്? V3 2018 മോഡൽ. 2018 മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. കിടിലൻ വണ്ടിയാണ്, കണ്ടീഷൻ വണ്ടിയാണ്. 44,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ് 44,000. റേറ്റ് ഇത് നമുക്കൊരു 97 രൂപ ചോദിക്കുന്നുണ്ട്. ഇതൊരു 95 രൂപ റേഞ്ചിലേക്ക് നമുക്ക് ചെയ്യാം. 1 ലക്ഷത്തിൽ താഴെ കിടിലൻ V3 ഇരിക്കുന്നത് കേട്ടോ. വെറും 95 രൂപ, 95 രൂപ ലാസ്റ്റ് കേട്ടോ. അടുത്തത് 125 ആണ്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഒരു 1.15 ചോദിക്കുന്നത്. നല്ല പാർട്ടിക്ക് നമുക്ക് ഇത് അടിച്ച് ചെയ്ത് കൊടുക്കും. 1.10 നടക്കും. സുഖമായിട്ട് നടക്കട്ടോ. അടുത്ത ഡ്യൂക്ക് 250. ഡ്യൂക്ക് 250 2023 മോഡൽ. 7,000 കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ. വെറും 7,000. ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. റേറ്റ് എത്ര? 220. 220. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ലേ? ചെയ്യാം. ഏകദേശം ഒരു 30 രൂപ 40 രൂപ. 30-40 രൂപ. നമുക്കൊരു നല്ല കസ്റ്റമർ ട്രാക്ക് നോക്കിയിട്ട് 1.80 1.90 റേഞ്ചിലൊക്കെ നമുക്ക് ലോൺ സിവിൽ എത്ര വേണ്ടി വരും? 650+ ആണ്. അതെ, ഏകദേശം. ഓക്കെ, അടുത്ത NS200. NS200 2023 മോഡല്. ഇത് ഏകദേശം 19,000 കിലോമീറ്റർ ഓടിയിട്ട്. വെറും 19,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റേറ്റ് പറ. ഇത് നമുക്കൊരു 1.30 റേഞ്ചിൽ കൊടുക്കാം. 1,30,000 രൂപ. ഏകദേശം 35-40 ഡൗൺ പേയ്മെന്റ് കേട്ടോ. 2023 മോഡല് 24 രജിസ്ട്രേഷൻ വണ്ടി. 24 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 4,700 കിലോമീറ്റർ. വെറും 4,700 കിലോമീറ്റർ. സർവീസ് ഒക്കെ വണ്ടിയുടെ കഴിഞ്ഞിട്ടുള്ളൂ. പുതിയ വണ്ടി എടുക്കുന്നവർക്ക് ഒന്ന് എടുക്കാം. റേറ്റ് പറഞ്ഞോ? റേറ്റ് നമുക്ക് ഇതൊരു 1.25 കൊടുക്കാം. 1,25,000. ഇതെല്ലാം നമുക്ക് ഓഫർ അല്ലേ? ഓഫർ റേറ്റ് ആണ്. ഓഫർ റേറ്റ് ആണ്. നമ്മളിവിടെ 1.30 റേഞ്ച് ചോദിക്കുന്ന വണ്ടിയാണ്. നമുക്ക് 1.25 കൊടുക്കാം. ഓക്കെ, ഏകദേശം 30-25 ഡൗൺ പേയ്മെന്റ് ഫിനാൻസ് ഇടാം. അടുത്ത ക്ലാസിക് 2018 മോഡലാണ്. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഇത് നമുക്കൊരു 95 രൂപ റേഞ്ചിൽ കൊടുക്കാം. 95 രൂപ. 95 രൂപ. 2018 മോഡൽ. 44,000 കിലോമീറ്റർ. ഓണർഷിപ്പ് ഏതാ? ഓണർഷിപ്പ് ഇത് തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. അടുത്ത തണ്ടർബേർഡ് 350X 32,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 2019 മോഡലാണ്. ഇത് നമുക്കൊരു 1.5 റേഞ്ചിൽ വരുന്ന വണ്ടിയാണ്. അവസാനം 1 ലക്ഷത്തിനൊക്കെ കൊടുക്കാൻ പറ്റുമോ? നോക്കാം നമുക്ക്. കൊടുക്കുന്ന നമ്മുടെ ആൾക്കാരാണ് 1 ലക്ഷം കൊടുക്ക്. കച്ചവടം നടക്കട്ടെ. അടുത്തത് അതേ വണ്ടി ജൂപ്പിറ്റർ 2023 കേട്ടോ. ക്യാമറ വന്നോ? വന്ന് 2023 മോഡല്. ക്ലീൻ പീസ് വണ്ടിയാണ്. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണാനല്ലേ? നല്ല കളറല്ലേ? 2023 മോഡൽ. റേറ്റ് ഇത് നമുക്ക് 78 രൂപ ചോദിക്കുന്നത്. 75 രൂപ റേഞ്ച് കൊടുക്കാം. 75,000 രൂപ കൊടുക്കാം. 23,000 കിലോമീറ്റർ കേട്ടോ. അടുത്ത ഫാസിനോ 2020 മോഡലാണ്. 21,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 63 രൂപ ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാൻ കഴിയും. കമ്മിയാക്കി എത്രയും കൊടുക്കും? നമുക്ക് ലാസ്റ്റ് ഒരു 60 രൂപ റേഞ്ച്. 60 രൂപ കമ്മിയാക്കി കൊടുക്കാം. 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡൗൺ പേയ്മെന്റ് ചെയ്താലും നമുക്ക് ചെയ്യാം. 10 രൂപ മുടക്കില്. അപ്പൊ നമ്മൾ കണ്ട വണ്ടികൾ ഏകദേശം 10 രൂപ 15 രൂപ. ഡ്യൂക്കിനൊക്കെ ആകുമ്പോൾ കുറച്ച് ഒരു 25-30 രൂപ ഡൗൺ പേയ്മെന്റ്. ഡ്യൂക്കും മറ്റേ കൂടിയ വണ്ടി അല്ലാതെ ബാക്കി വണ്ടികളെല്ലാം ഏകദേശം ഒരു 15 രൂപ. 20 താഴെ. ഓക്കെ. FZ 2019 മോഡല്. 46,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ. നല്ല കണ്ടീഷൻ വണ്ടി. നമ്മൾ വണ്ടികളെല്ലാം കണ്ടീഷനാണ് കൊടുക്കുന്നതാണ്. കിടിലൻ വണ്ടിയാണ്. റേറ്റ് ഇത് നമുക്കൊരു 70 രൂപ റേഞ്ച് കൊടുക്കാം. വെറും 70,000 രൂപ FZ ഇരിക്കുന്നുണ്ട്. ഏകദേശം 10 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. V3 വെർഷൻ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഒന്നും നോക്കാനില്ല. എഞ്ചിനൊക്കെ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് വണ്ടിയാണ് കേട്ടോ. RTR 200 2020 മോഡല്. 2020 മോഡല്. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. ഏകദേശം 46,000 കിലോമീറ്റർ ഇതാണ്. നമുക്കൊരു 75 രൂപ റേഞ്ചിൽ 73 കൊടുക്കാം. 73 ലാസ്റ്റ് കൊടുക്കാം. ആണെങ്കിലാ NS200 2022 മോഡല്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇത് നമുക്കൊരു 1.18 റേഞ്ചിലൊക്കെ കസ്റ്റമർ. 1,18,000 പറയുമ്പോൾ 20 രൂപ ഡൗൺ പേയ്മെന്റ് മതി ഏകദേശം. അടുത്തത് 250F 2000. ഇത് 2017 മോഡല്. 18 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2019 വരും. 2019 വണ്ടി നമുക്കൊരു 68 രൂപ റേഞ്ച്. ഇതാണെങ്കിൽ ഇത് 2017 മോഡല് 18 രജിസ്ട്രേഷൻ. നമുക്കൊരു 56-57 റേഞ്ചിൽ വരുന്നത്. രണ്ടും ഓണർഷിപ്പ് നിങ്ങളാണോ? സിംഗിൾ ഓൺഷിപ്പ് ആണ്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. ഏകദേശം 10-15 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 180 കേസ് പറയുകയാണെങ്കിൽ 180 2019 മോഡൽ 20 രജിസ്ട്രേഷൻ വണ്ടി. നമുക്കൊരു 60 രൂപ റേഞ്ച് വരും. വെറും 60,000 രൂപ ഇടലം വണ്ടി ഇരിക്കുന്നുണ്ട്. അടുത്തത് 150 പറഞ്ഞോ? 150 2016 മോഡൽ. 16 മോഡൽ ഓൺഷിപ്പ് വണ്ടി. നമുക്കൊരു 43 രൂപ റേഞ്ചിൽ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും 43 നമുക്ക് അത്യാവശ്യം റേറ്റ് ആയ വണ്ടി നോക്കി നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആയിക്കോട്ടെ. നമ്മുടെ ആൾക്കാർക്ക് മാത്രമുള്ള ഓഫറാണ് പറയണം. അടുത്ത 150 2017 മോഡൽ. 2017 മോഡൽ. നമുക്കൊരു 48 രൂപ റേഞ്ച് ചെയ്യാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ ഏകദേശം 40-45 റേഞ്ചിൽ ഏകദേശം 40,000 കിലോമീറ്റർ. കിടിലൻ വണ്ടിയാണ്. റേറ്റ് 48 രൂപ റേഞ്ച് കൊടുക്കും. 8 രൂപ എന്ന് പറയുമ്പോൾ ഫിനാൻസ് ഒരു ഏകദേശം
ഫിനാൻസ് നമുക്ക് ഒരു 10-15 രൂപ ചെയ്യാൻ കഴിയും. അടുത്ത NS200 2023 മോഡലാണ്. ക്ലീൻ പീസ് വണ്ടി, പുതിയ ഓൺഷിപ്പ് വണ്ടി, 16,000 കിലോമീറ്റർ റൺ ചെയ്ത വണ്ടിയാണ്. വെറും 16,000 കിലോമീറ്റർ. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ ഒരു 1.30 റേഞ്ചിൽ നമുക്ക് ചെയ്യാം. 1,30,000 രൂപ, ഒരു 35 രൂപ 30 ഏകദേശം ഉണ്ടാവും പേയ്മെന്റ്. പ്ലാറ്റിന 2023 മോഡൽ, 110cc ആണ്. ABS, ഡിസ്ക്, ഡിജിറ്റൽ അനലോഗ് എല്ലാം വരുന്ന വണ്ടിയാണ്. ഒന്നും ഇല്ലാത്തില്ല, എല്ലാം ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉള്ള വണ്ടി. മൈലേജും കിട്ടും, മൈലേജ് 70 വരെ നമുക്ക് 70 മൈലേജും കിട്ടും. ഡിസ്ക് ഉണ്ട്, ഡിജിറ്റൽ മീറ്റർ ഉണ്ട്, എല്ലാം ഉണ്ട്. ടയർ എല്ലാം പെടിലും ടയർ. 19,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി നമുക്കൊരു 68 രൂപയ്ക്ക് കൊടുക്കാം. 68 രൂപ കൊടുക്കാം. ഒരു ഏകദേശം 10 രൂപ ഡൗൺ പേയ്മെന്റ് താഴെ, 10 മതി. ഓക്കെ, അടുത്ത ഹീറോയുടെ ഗ്ലാമർ 2021 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, ക്ലീൻ പീസ് വണ്ടി. ക്ലീൻ പീസ് ആണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മുടെ റേറ്റ് നമുക്കൊരു 60 രൂപ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. 60 രൂപ ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം ഡൗൺ പേയ്മെന്റ് കുറവായിരിക്കും. 10 രൂപ ഡൗൺ പേയ്മെന്റ് മതി. പിന്നെ പൾസറിന്റെ തന്നെ 125 സീരീസിൽ വരുന്ന ഒരു വണ്ടിയാണ്. 125 ആണ്. 125 20 സ്റ്റിക്കർ നമ്മൾ ചേഞ്ച് ചെയ്തതാണ്. 2020 മോഡൽ വണ്ടിയാണ്. 23,000 കിലോമീറ്റർ ആണ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. റേറ്റ് നമുക്കിതൊരു 55 ചോദിക്കുന്നുണ്ട്. അത് കമ്മിയാക്കി ചെയ്യാൻ കഴിയും. റേറ്റ് കമ്മിയാക്കി ചെയ്യുന്നതായിരിക്കും. അടുത്തത് കുറച്ച് മൈലേജ് വണ്ടികൾ പ്ലാറ്റിന ഉണ്ട്. പ്ലാറ്റിന നമ്മള് 2022 മോഡല്. അങ്ങനെ മാറിക്കട്ടെ, ക്യാമറ കിട്ടില്ല. 2022 മോഡൽ പ്ലാറ്റിന. 2022 മോഡൽ പ്ലാറ്റിന. അതേപോലെ 2023 മോഡല് 110X CT ആണ്. 125 2022 മോഡല്. ഇത് പൾസർ P150 രജിസ്ട്രേഷൻ. അപ്പൊ നമുക്ക് പ്ലാറ്റിന തുടങ്ങിയാണെങ്കിൽ അത് ഏതാ മോഡല്? പ്ലാറ്റിന 2022 ആണ്. റേറ്റ് അത് നമുക്കൊരു 58 രൂപ ആ റേഞ്ചിൽ വരും. കിലോമീറ്റർ മൈലേജ് കണ്ടീഷൻ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഏകദേശം ഒരു 10,000 കൂടുതൽ ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ ഉള്ളൂ. കിടിലം വണ്ടിയാണ്. അടുത്ത 110X 2023 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമുക്കൊരു 60 രൂപ റേഞ്ചിൽ കൊടുക്കാം. 60 രൂപ കൊടുക്കാം. കിടിലം വണ്ടിയാണ്. അത് ഏകദേശം ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് മതി. ഈ 125X ആണെങ്കിൽ 24,000 കിലോമീറ്റർ. റേറ്റ് ഇത് നമുക്കൊരു 58 രൂപ റേഞ്ചിൽ കൊടുക്കാം. 58 രൂപ കൊടുക്കാൻ പറ്റും. ഏകദേശം 10 രൂപ താഴെ ഡൗൺ പേയ്മെന്റിൽ ആ വണ്ടി ഇറക്കാൻ പറ്റും. ഈ P150 2022 ഡിസംബർ വണ്ടി, 23 6 മാസത്തിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഇത് നമുക്കൊരു 72 രൂപ ഉണ്ടെങ്കിൽ കസ്റ്റമർ കൊടുക്കും. 72 രൂപ കൊടുക്കാം. എന്തെങ്കിലും കുറവുണ്ടാവോ? 72 പറഞ്ഞാൽ ഈ വണ്ടി സംബന്ധിച്ച് പുതിയ വണ്ടി ഏകദേശം 140 മേലെ ഇറങ്ങിയ റേറ്റ്. അധികം ഓടാത്ത വണ്ടിയാണ്. അതെ, അധികം ഓടിയിട്ടില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നമുക്കൊരു 72 രൂപ നോക്കാം. കസ്റ്റമർ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഞാൻ ചോദിക്കാനുള്ളത്, ഇത്രയും വണ്ടി നമുക്ക് എത്ര വണ്ടി പരിചയപ്പെട്ടുണ്ടോ ഏകദേശം പറയുകയാണെങ്കിൽ? ഏകദേശം ഒരു 40ഓളം വണ്ടികൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കാണാത്ത വണ്ടികൾ ഏതെങ്കിലും നമുക്ക് ഓൾറെഡി വേറെ ഷോറൂം ഉണ്ട്, നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. അവിടെ ഏതൊക്കെ വണ്ടി ഇരിക്കുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ? ഡ്യൂക്ക് 250 390 അതുപോലെ RC ഉണ്ട്, R15 ഉണ്ട്, V3 V4 എല്ലാ വണ്ടികളും ഉണ്ട്. ഡോമിനർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഒരു കസ്റ്റമർ എൻക്വയറി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വണ്ടികളിൽ ഏതെങ്കിലും വണ്ടികൾ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലാതെ നിങ്ങളുടെ വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ സമീപിക്കാമല്ലോ. സമീപിക്കാം. ഓൾ കേരള ഫിനാൻസും ഡെലിവറി ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ വണ്ടി കണ്ടീഷൻ വണ്ടിയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം മാർക്കറ്റ് റേറ്റ് കൊടുക്കാൻ പറ്റും. റേറ്റിൽ നമുക്ക് എടുക്കാം. നല്ല വണ്ടിയാണെങ്കിൽ, നല്ല ഫിനിഷ് വർക്കുള്ള വണ്ടികളാണെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം നമ്മൾ വണ്ടികളെ അത്യാവശ്യം നോക്കിയിട്ട് അതായത് നമ്മൾ എടുത്തിട്ട് വണ്ടി കൊടുക്കാനുള്ള. അപ്പൊ ആ ഒരു കണ്ടീഷൻ വണ്ടിയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് നമ്മൾ തരുന്നതായിരിക്കും. ഇവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ട്, നമുക്ക് അത് കമ്പയർ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കോടങ്ങാട് ഹൈവേ തന്നെയല്ലേ? ഹൈവേ തന്നെ, റോഡ് സൈഡ് തന്നെയാണ്. ബസ് സ്റ്റോപ്പിന് എന്തെങ്കിലും ഇല്ല, ഇവിടെ കോടങ്ങാട് ബസ് സ്റ്റോപ്പ്. അതായത് നമ്മൾ നിയർ ഓപ്പോസിറ്റ് നമ്മളെ ഹോണ്ടയുടെ ഷോറൂം ഉണ്ട്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പൊ വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് ഏത് സമയത്ത് വിളിക്കാൻ പറ്റും? നമുക്ക് ഓഫീസ് ടൈമിൽ വിളിക്കാം. 9 മണി മുതൽ 8 മണി വരെ നമുക്ക് വിളിക്കാം. അതായത് രാവിലെ 9 മണി തൊട്ട് 8 മണി വരെ വിളിക്കാം. രാത്രി സമയങ്ങളിൽ ഇൻ കേസ് പുറത്തുനിന്നുള്ളവരാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് നോക്കി നമ്മൾ ഫോട്ടോസും കാര്യവും ഷെയർ ചെയ്യുന്നതായിരിക്കും. വേറെ ഒന്നും പറയണ്ട, വേറെ ഡീറ്റെയിൽസ് ഒന്നും അധികം പറയാനില്ല. നമുക്ക് കസ്റ്റമർ നമുക്ക് ഓഫർ, അഡീഷണൽ ഓഫറും കാര്യമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ പറഞ്ഞ റേറ്റ് ഒന്നും നോക്കണ്ട. നമ്മളൊരു വില പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വന്ന് വണ്ടി ഒന്ന് ഇഷ്ടപ്പെട്ട ഡീലിംഗ് നമുക്ക് ചെയ്യാൻ കഴിയും. ഡീലിംഗ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. വില കൂടുതലൊന്നും കമന്റ് ഒന്നും പറയണ്ട. കാരണം നമ്മൾ ഒരു മാർക്കറ്റ് വില പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വരാതെ നേരത്ത് നിങ്ങൾക്ക് സസ്പെൻസ് ആയിട്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ കൊണ്ടോട്ടിയിൽ നിന്നും കൊടങ്ങാട് നിന്നും CK മോട്ടോഴ്സിൽ നിന്നും ഇക്കട വരെ അർഷിദ് ഇക്കടപ്പം ബൈ. അടുത്ത വീഡിയോ കാണാം. ബൈ.